ആരോട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് പറയായിരുന്നു. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഒരു മലയാളിയായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാനൊരു മലയാളിയാണ്, നിങ്ങളുടെ മലയാളി. അപ്പൊ നിങ്ങൾ മലയാളി എന്ന് പറഞ്ഞാൽ മലയാളിയാണ് കൂടുതൽ ഒരു ഇന്ത്യനാണ്. ഇതൊക്കെ ഒരു അഭിനയമല്ലേ? ഡാൻസറെ പോലെ എനിക്കറിയാം. എന്താ പ്രൈസ്, റൈസിന് എന്താ പ്രൈസ്, പക്ഷെ ലീഗൽ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഈ കാര്യങ്ങൾക്ക് അറിയില്ല. എന്റെ സൈഡിൽ ഓ, നിങ്ങൾ ഭയങ്കര മാതൃകാ പുരുഷനായിരിക്കും, കുലപുരുഷനായിരിക്കും. ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നല്ലോ മൊത്തം കേട്ടു. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് നിങ്ങൾ സെൻസിബിൾ അല്ലാത്ത കുട്ടിയൊക്കെ പ്രോഗ്രാം പ്രൊഡ്യൂസർ എങ്ങനെ ഞാൻ ഹാൻഡിൽ ചെയ്യും? എന്റെ ഒരു ലെവൽ ഓഫ് ആങ്കർ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? മനസ്സിലാവുന്നില്ല. സാരിയുടെ വിലകളെ വേണ്ടി എന്നെ കൊണ്ടുവന്നു. ഈ ഹോട്ട് സീറ്റ് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദിസ് ഇസ് അബ്സോർഡ്, ടോട്ടലി അബ്സോർഡ് ആണ്. ഇത് ഹ്യൂമിലിയേഷൻ ആണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് പറയാം ഈ ഹോട്ട് സീറ്റ് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ സമ്മതിക്കില്ല. നമസ്കാരം. നമസ്കാരം. നേരിട്ട് തന്നെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കുവാണ്. ഹോട്ട് സീറ്റ് എന്താണെന്ന് ആര്യൻ അറിയാമോ? ചൂടുന്നില്ല, പക്ഷെ ആവശ്യം എനിക്കറിയാം. ഞാൻ 2-3 ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. ഓക്കെ, ആര്യനെ കാണാനൊക്കെ നല്ല രസമാണ്, ഹാൻസം ആണ് എന്നൊക്കെയാണ് താങ്കളുടെ വിചാരം. താങ്കളുടെ റീൽസിലൊക്കെ അങ്ങനെയാണ് കാണുന്നത്. ക്യൂട്ട്നെസ് വാരി വിതറിയാൽ കേരളത്തിലെ പെൺകുട്ടികൾ വീഴുമെന്നൊരു ചിന്തയുണ്ടോ? ചിന്തയൊന്നുമില്ല. വീടുവാണെങ്കിൽ വീഴട്ടെ, അത് അവരുടെ ഇഷ്ടം അല്ലേ? അല്ലേ? തുടക്കത്തിൽ തന്നെ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ആണല്ലോ. ഇല്ല, ഞാനാണോ ഇന്റർവ്യൂ? നിങ്ങളാണോ ചോദ്യം ചോദിക്കുന്നത്? ബോൺ സ്റ്റുഡന്റും ബോൺ ആക്ടറും തമ്മിൽ രണ്ട് വ്യത്യാസം. നിങ്ങൾ എന്ത് ഫോളിഷ്നസ് ഒക്കെ അപ്പൊ നിങ്ങൾ ജനിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് അച്ഛനമ്മേന്റെ കയ്യിൽ നിന്നാണോ ആണോ അല്ലേ? എന്ത് അച്ഛനമ്മയിൽ പഠിക്കുന്നു? നോർമലി എവറി ഹ്യൂമൻ ഇസ് എ സ്റ്റുഡന്റ്. അപ്പൊ നമുക്ക് മലയാളിയായിട്ട് നിങ്ങളോട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിക്കണ്ട, മലയാളിയായിട്ട് ചോദിക്കണ്ട, ഒരു ഇന്ത്യൻ ആയിട്ട് ചോദിച്ചാൽ മതി. നിങ്ങൾ കേരളീയാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇന്ത്യയിലല്ലേ മലയാളി ജീവിക്കുന്നത്? പക്ഷെ നിങ്ങൾ എന്തിനാ മലയാളി, സൗത്ത് ഇന്ത്യൻ, തമിഴി, തങ്ങളി, ബീഹാരി, ബംഗാളി പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇന്ത്യ ഇസ് എന്താ യൂണിറ്റി ഡൈവേഴ്സിറ്റി ആണ്. നമ്മൾ അങ്ങനെ പറഞ്ഞേ പറ്റൂ. അപ്പൊ തമിഴുണ്ട്, കന്നഡികയുണ്ട്, മലയാളിയുണ്ട്, എല്ലാവരും ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ ഞെരുവിരി കൊള്ളുകാരുന്നു. ഐ മീൻ ചുമ്മാ ഇങ്ങനെ ജിഗിൾ ചെയ്തോണ്ടിരിക്കുകയാണ്. എന്റെ കംഫർട്ട് എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ തോന്നും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഇതൊരു വഴക്കാളി ഷോ അല്ല. You are finding it uncomfortable me sitting like this? Yes or no? നിങ്ങൾ ശോഭാഗ്രഹത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അൺകംഫർട്ടബിൾ ആണോ ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കുമ്പോ? നിങ്ങൾ അൺകംഫർട്ടബിൾ ആണ് എന്നാണ് ചോദിച്ചത്. നിങ്ങൾ മൊത്തത്തിൽ ഒരു ബോഡി അൺകംഫർട്ടബിൾ ആണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴേ നിങ്ങൾ മൊത്തത്തിൽ എനിക്കൊന്നും സംസാരിക്കാൻ. യെസ്, ഓക്കെ. അപ്പൊ ഞാൻ ഇപ്പൊ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കുക. ഇത് നമ്മൾ മറ്റേ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും? ഇത്രയും പ്രായമുള്ള എങ്ങനെയാണ് പറയാൻ പറ്റുക? നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് വായു കണ്ണടച്ചിരിക്കുക. ഒരു മിനിറ്റ് കണ്ണടച്ചു. പറ്റില്ല, അതേ പറ്റില്ല, അതേ ചിരിക്കുന്നുണ്ടോ? കണ്ണലടിക്കാൻ പറഞ്ഞേ, ഇത്ര നേരമായിട്ടും എന്റെ കണ്ണ ക്ലോസ്ഡ്. എന്റെ വായ മാത്രം ഒറ്റ സെക്കൻഡ് അടച്ചിട്ടില്ല. ഒരു മിനിറ്റ് ഒറ്റ സെക്കൻഡ് അടച്ചിട്ടില്ല. കണ്ണോ? മനസ്സിലായി. വായു കണ്ണ് ക്ലോസ് ആണോ? വായും കണ്ണും പ്ലീസ്. ഇതാണോ കുടകിൽ ആദ്യത്തെ മര്യാദലു? ഒന്ന് കുനിഞ്ഞോളൂ. മതിയോ? അങ്ങനെയല്ല, ശരിക്കും കുനിഞ്ഞോളൂ. ഭൂമിയെ തൊട്ട് വണങ്ങിക്കോളൂ. മതിയോ? ഓ, ധാരാളം. എടാ നിങ്ങൾ വില പോകട്ടെ, കട്ട് ചെയ്ത് ട്രയൽ എടുത്തിട്ട്. ഹലോ, ഇന്ത്യ അറിയില്ല. ഇങ്ങോട്ട് നോക്കൂ, നോക്കി മുഖത്ത് നോക്കി സംസാരിക്കും. ഓ, വിശപ്പാണോ? ഇതെന്നെ തീറ്റ മത്സരമാണോ ഇത്? കുക്കറി ഷോ ആണോ ഇത്? ഇത് ഹോട്ട് സീറ്റ് ആണോ? ഞാൻ മാറിപ്പോയോ? വിളിക്ക്. ഹോട്ട് സീറ്റിൽ ബ്രെഡ് തന്നെ എനിക്ക് കഴിക്കണമെന്നുണ്ട്. പക്ഷെ ജാം ഉണ്ടോ? ഇല്ലേ? ഇല്ലല്ലോ. തിരിച്ചു വെച്ചിരിക്കും. ഇതിനൊരു തീരുമാനം ഉണ്ടാക്ക്. ഈ ബ്രെഡ് കഴിപ്പിന് ഒരു തീരുമാനം ഉണ്ടാക്ക്. ജാമോ അല്ലെങ്കിൽ കൊടുക്ക്, ഒരു ഗ്യാപ്പ് എടുക്ക. നിങ്ങളൊരു ആക്ടർ ആണ്, നിങ്ങൾ ഇവിടുത്തെ ഗസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ചോദ്യങ്ങൾക്ക് ആൻസർ, ഒരു ആൻസർ എങ്കിലും തന്നുള്ളൂ. ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾ ആൻസർ തന്നോ? ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ അതിനെ ഡിഫെൻഡ് ചെയ്യുവാണ്. ഇത്ര പേടിത്തുറിയാണോ നിങ്ങൾ താമസിക്കുന്നത്? ലണ്ടനിലല്ലോ കേരളം ഉള്ളത്, ഇന്ത്യയിലല്ലേ കേരളം ഉള്ളത്? സോറി, അത് അറിഞ്ഞില്ല കേട്ടോ. ഞാൻ വെച്ചു ഇന്ത്യ. അല്ല, നിങ്ങളുടെ പറച്ചിൽ കേട്ടാൽ അങ്ങനെ തന്നെ തോന്നും. ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട.
നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ ബസ് കേട്ടാ, നിങ്ങളുടെ ഭയങ്കര വലിയ പോയിന്റ് ആയിരിക്കും. പക്ഷെ സൗണ്ട് മാത്രമേ ഉള്ളൂ. സൗണ്ട് മാത്രമേ ഉള്ളൂ. സെൻസ് ഇല്ല. എനിക്ക് മനസ്സിലായി, സെൻസ് ഇല്ലാന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ആക്ടേഴ്സിനെ കൗവായിട്ടും ഈ പറയുന്ന വിളിച്ചിട്ടില്ല. ഞാനൊരു കമ്പാരിസൺ തന്നാ. കമ്പാരിസൺ തരുമ്പോ നമുക്ക് എന്ത് എക്സാമ്പിൾ വേണമെങ്കിൽ എടുക്കാം. കമ്പാരിസൺ എന്തെല്ലാം കാര്യങ്ങൾക്ക് കമ്പയർ ചെയ്യാമായിരുന്നു. നിങ്ങൾക്ക് മറ്റു നടന്മാരെ വെച്ച് കമ്പയർ ചെയ്യാമായിരുന്നു. ബോൺ ആക്ടിങ് ചോദിക്കുമ്പോഴത്തേക്ക്, നാച്ചുറൽ ആക്ടിങ് ചോദിക്കുമ്പോൾ പശുവിനെ ആടിനെയൊക്കെ കമ്പയർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാവും. നിങ്ങൾ സെൻസിറ്റീവ്, നിങ്ങൾ ഭയങ്കര സെൻസിറ്റീവ് ആണ്, നോട്ട് സെൻസിബിൾ എന്ന് എനിക്ക് അങ്ങനെയല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാം. Your question does not make any sense. When I'm giving an answer to your question, that answer is making sense. But you're making നിങ്ങൾ അറ്റാക്കിംഗ് ആണ്, അല്ല നിങ്ങളെ കുറിച്ചല്ല പറയുന്നത്. നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്താണ് ചോദിച്ചോ? നിങ്ങൾക്ക് ഇൻസെക്യൂരിറ്റി ആണുള്ളത്, അതിനകത്ത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല, അതുകൊണ്ടാണ്. ഉണ്ടെങ്കിൽ എന്ത് കാര്യത്തിൽ പറ. അപ്പൊ നിങ്ങൾ സെൻസിബിൾ ആണെന്ന് ഞാൻ പറയില്ല, നിങ്ങൾ സെൻസിറ്റീവ് ആണെന്ന് എനിക്ക് മനസ്സിലായി ഇത്രയും നേരത്തെ നിങ്ങളുടെ സംഭാഷണത്തിൽ നിന്ന്. ഓക്കെ, നിങ്ങൾക്ക് അതാണ് വിചാരം എന്റെ കുറിച്ച്? ഞാൻ പൊതുജനം എന്നല്ല പറഞ്ഞത്, എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ല പറയുന്നത്. നിങ്ങളൊരു ആക്ടർ ആണെന്ന് ആഗ്രഹിക്കുന്ന ആളല്ലേ നിങ്ങൾ? സിനിമയിലേക്കോ അല്ലെങ്കിൽ സീരിയലിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓക്കെ ഫൈൻ, ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് പോകാൻ ഒരു നായകനോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിനായകനോ ഐ മീൻ വില്ലൻ നായകൻ ഒക്കെ ആയിട്ട് അഭിനയിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, സ്വഭാവമായിട്ട് പൊതുജനം കാണുന്ന ഒരു വ്യക്തി, പബ്ലിക്കിന്റെ മുമ്പിൽ അഡ്രസ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സ്വഭാവമായിട്ട് നിങ്ങൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരു സെൻസിറ്റീവ് ആയിട്ടൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അത് വല്ലാതെ ഒളിച്ചോടേണ്ടി വരുമല്ലോ. എന്റെ പ്രശ്നം ഞാൻ പറഞ്ഞു, ADHD ആണ്, കുറച്ച് സംസാരത്തിൽ കുറച്ച് സൗണ്ട് കൂടും. ശരി, ഓക്കെ, നമുക്ക് പോയിന്റിലേക്ക് വരാം. നിങ്ങൾ ഈ പറയുന്ന പോലെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ആര്യൻ എന്നല്ലേ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നിങ്ങൾ മലയാളിയും ആര്യനും ആയതുകൊണ്ട് ചോദിക്കുകയാണ്, മലയാളി ആസ് വെൽ ആസ് ഇന്ത്യൻ ആയതുകൊണ്ട് ചോദിക്കുകയാണ്. ഇന്ത്യൻ, മലയാളി, ആര്യൻ അങ്ങനെ ചോദിക്കണം. ഓ, അതിപ്പോ ഞാനല്ലേ തീരുമാനിക്കുന്നത്, നിങ്ങളുടെ രീതിയിലല്ലേ? നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലല്ലോ ഇവിടെ ഞാൻ ചോദിക്കേണ്ടത്. നിങ്ങളെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ഞാനാണ് ഇവിടെ ഹോസ്റ്റ്. ഓക്കെ, അപ്പൊ അത് സമ്മതിച്ചല്ലോ. ഓക്കെ, അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. വെളിച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നത്? വെളിച്ചെണ്ണ മീൻസ് കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാക്ട് കോക്കനട്ട് ഓയിൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാലോ. നിങ്ങൾ നാട്ടിലല്ലേ പഠിച്ചത്? ഇവിടെ കൊച്ചിയിൽ തന്നെയാണോ പഠിച്ചത് വളർന്നതൊക്കെ? എന്റെ സ്കൂളിൽ അങ്ങനെ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ കഴിക്കുന്ന എല്ലാ ആഹാരങ്ങളും കേരളത്തിൽ ജീവിക്കുന്നിടത്തോളം മിക്ക ആഹാരങ്ങളും വെളിച്ചെണ്ണ. ഒരു സ്റ്റാൻഡേർഡിലും എന്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ വെളിച്ചെണ്ണ അങ്ങനെ ഉണ്ടാക്കണം പഠിപ്പിച്ചിട്ടില്ല. ഞാൻ കുക്കിംഗ് അല്ല എടുത്തത് സ്കൂളിൽ. അല്ല, അത് ശരി, കുക്കിംഗ് അറിയാവുന്നവർ മാത്രമാണ് വെളിച്ചെണ്ണ കുറിച്ച് അറിയുന്നത്. എല്ലാ പച്ച മലയാളികൾക്കും അല്ലെങ്കിൽ പോട്ടെ, പച്ച മലയാളം വേണ്ട, സൗത്ത് ഇന്ത്യൻസിന് മാത്രമേ ഇന്ത്യക്കാർക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ് വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത്. കാരണം ഇന്ത്യയിലുള്ള ഒരു വൃക്ഷമാണല്ലോ, കേരവൃക്ഷമാണ്. ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത് വളരെ മോശം തന്നെ, വളരെ നാണക്കേടാണ്. മനസ്സിലായി? കാരണം നിങ്ങളൊരു പ്രൈവറ്റ് 1 കിലോ അരിക്ക് എന്താണ് വില? 1 കിലോ അരിക്ക് എന്താണ് വില? 1 കിലോ അരിക്ക് എന്താണ് വില? ഏതാ റൈസ്? 5 വെറൈറ്റി ഉണ്ട്, ബാസ്മതി ഉണ്ട്, ഇതുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ബാസ്മതി അല്ല, നമുക്ക് ഇവിടെ ഉള്ളത് ചാക്കരി, കുത്തരി അങ്ങനെയൊക്കെ പറയുന്നത്. ഇല്ല, ഇവിടെ ബാസ്മതി ഉണ്ട്. ഓക്കെ, ബാസ്മതിക്ക് എത്ര വില? ബാസ്മതിക്ക് എന്തിനാ ഞാൻ പറയുന്നത് നിങ്ങളുടെ വില? ഓ, അത് ശരി. ഉത്തരം കാസർഗോഡില് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയില്ലാന്ന് സംഭവിക്കാം. ഞാൻ ചോദിക്കട്ടെ, കാസർഗോഡില് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ ബീഫിന് എത്ര വില അറിയോ? എല്ലാ മലകൾക്ക് അറിയാം. താമസിക്കുന്ന എല്ലാ മലയാളിസിനും അറിയാതെ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് മലയാളി ഇത്ര പുച്ഛം? മലയാളത്തിന് ഒരു പുച്ഛമല്ല എനിക്ക്. നിങ്ങൾക്ക് എങ്ങനെ തോന്നി? കൊച്ചിയിൽ ജീവിച്ചിട്ട് നിങ്ങൾ കൊച്ചി സെറ്റിൽ ആയിട്ട് കൊച്ചിയിൽ പഠിച്ചു വളർന്നിട്ട് മലയാളി എന്ന് പറയുമ്പോൾ എന്താ ഒരു പരമ പുച്ഛം? പുച്ഛിക്കാന്ന് പറഞ്ഞല്ലോ, ഐ ലവ് മലയാളീസ്. ഒരു പ്രശ്നമില്ല എനിക്ക് അങ്ങനെ ഇവരായിട്ട്. അതിങ്ങടുത്ത് ദേ എന്നാ വല്ലതും കഴിച്ചോണ്ടിരുന്നു, ഇത് ബ്രെഡ് വല്ലതും കഴിച്ചോണ്ടിരുന്നു. കാരണം നിങ്ങൾക്ക് ഉത്തരവ് അരി എന്താണെന്ന് അറിയില്ല, വെളിച്ചെണ്ണ എന്താണെന്ന് അറിയില്ല, നിങ്ങൾക്ക് ഒന്നും അറിയില്ല. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ഒരു ജാമും കൂടി തന്ന ടേസ്റ്റി ആയിരിക്കും തോന്നുന്നു. അതാണ്, കൊടുക്ക് ജാമോ ബ്രെഡോ ബട്ടറോ ഒക്കെ കൊടുക്ക്. ബട്ടർ മതി, നല്ലത്. ഒരു പ്ലേറ്റും ഇത്ര സെൻസിബിൾ ഇല്ലാത്ത കട്ട് ചെയ്യാനുള്ള സാധനം ഉണ്ടെങ്കിലും തരണേ. ഇങ്ങനെ മാത്രം ഒരു ഗസ്റ്റിന് ഇങ്ങനെ നിങ്ങള് ബ്രെഡ് മാത്രം തരുമോ? നിങ്ങളുടെ വീട്ടിൽ ഞാൻ ബട്ടറും എല്ലാം ഒരുമിച്ച് തന്നേനെ. ബ്രെഡ് പട്ടിക്കാരനെ പോലെ കഴിച്ചോന്ന് പറഞ്ഞാൽ സ്വീറ്റ് ആണല്ലോ അതിന്, ഈ ബ്രെഡ് പോലെ. ഞാൻ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ബ്രെഡ് പോലെ സ്വീറ്റ് ആണെന്നോ? ഓ, അത് ശരി, നല്ല കാര്യം. താങ്ക് യു വെരി മച്ച്. വെൽക്കം. ഓക്കെ, ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇനി അതിന് മറുപടി ഉണ്ടാവും എനിക്ക് അറിയില്ല, എങ്കിൽ ഞാൻ ചോദിച്ചോളൂ. നിങ്ങൾ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നു ലിവിംഗ് ടുഗദർ കൊള്ളാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ലിവിംഗ് ടുഗദർ നല്ലതാണ്, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് 3 മാസം ഒരു പെൺകുട്ടിയെ കൂട്ടത്തിൽ താമസിപ്പിച്ച് നോക്കണം എന്നൊക്കെ പറഞ്ഞു. ഇതെന്താ വല്ല വണ്ടി? ഫിയാൻസി ആണെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ. ഫിയാൻസി ആണെങ്കിൽ വിവാഹം മാരേജ് കഴിഞ്ഞിട്ടില്ലോ. അല്ല, ഇതെന്നാ ട്രെയിനിങ്? ഞാൻ ചോദിക്കട്ടെ, ഒരു ജോലിക്ക് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ട്രെയിനിങ് ഉണ്ട്.
ഒരു മാസം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടി അത് ലീഗലാണ്. നിങ്ങൾക്ക് എന്താ പ്രശ്നം? എവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ലിവിംഗ് ടുഗദർ ലീഗലാണ്? ലിവിംഗ് ടുഗദർ ലീഗൽ. ഓക്കെ, ലിവിംഗ് ടുഗദർ ലീഗൽ ആണെങ്കിൽ എനിക്കറിയാം. വെളിച്ചെണ്ണ എന്താ പ്രൈസ്, റൈസിന് എന്താ പ്രൈസ്, പക്ഷെ ലീഗൽ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഈ കാര്യങ്ങൾക്ക് അറിയില്ല. കാര്യങ്ങളൊക്കെ അറിയാം. എന്താണ് വന്നോന്ന് അറിയാം. 2 പ്രാവശ്യം നിങ്ങൾ പിന്നെ ചോദിച്ചേ ലീഗലാണോ ലീഗലാണോ? നിങ്ങൾക്കത് തേങ്ങ തന്നെ അല്ലേ? അല്ല മാങ്ങ. നന്നായിട്ട് കുലുങ്ങുന്നില്ലല്ലോ. ഗുജറാത്തിലോട്ട് ചെല്ല്, നല്ലോണം കുലുങ്ങും. 5 രൂപ കുറച്ച് കൂടുതൽ. നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഉത്തരത്തിന് നിങ്ങൾ തോക്കുമ്പോ നിങ്ങൾ എന്ന് പറയും തെറ്റാണെന്ന്. എത്ര സമയം ബാക്കിയുണ്ട്? 1 മിനിറ്റ് ആവാനായോ? ഈ ഹോട്ട് സീറ്റ് വല്ല കിഡ്സ് പാർക്കിലും വെക്കുന്നത് അതായിരിക്കും നല്ലത്. ഞാൻ പോകും. അത് പൊളി. ഒരു അമ്മയും ഒരു മോനും. അമ്മയൊരു മോനും. എന്ത് പ്രഹസനമാണ് ഇത്? എവിടെ അപ്പൂസ? എനിക്ക് വയ്യ, ഞാനിത് ചെയ്യില്ല. ദിസ് ടു മച്ച്. കിഡ്സ് പാർക്കിലൊക്കെ അപ്പൊ കറക്റ്റ് ആയിരിക്കും. പക്ഷെ നിങ്ങളെ കയറ്റാൻ പറ്റില്ലല്ലോ. കുഴപ്പമില്ല, മദേഴ്സും ഗ്രാൻഡ് മദേഴ്സിനെ കയറ്റാം. ക്യാമറ പേഴ്സൺസ്, ഈ ഹോട്ട് സീറ്റ് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദിസ് ഇസ് അബ്സോർഡ്, ടോട്ടലി അബ്സോർഡ് ആണ്. ഇത് ഹ്യൂമിലിയേഷൻ ആണ്. ഞാൻ ആദ്യമായിട്ട് പറയാം, എന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പറയാം, ഈ ഹോട്ട് സീറ്റ് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ സമ്മതിക്കില്ല. ഒരു മിനിറ്റ് അപ്പൂസ് എടുത്തിട്ട് പോ. കൊണ്ടു നോക്കിയോ? ഓ, മൂത്രം ഒഴിക്കാൻ. അതിൽ തുടരുത്. ആരാ? നിന്റെ ബാപ്പ.